തക്കുടുവാവേ കുറുക്ക് തിന്ന്. പപ്പ അടിക്കും തിന്നടാ തിന്നാത്ര മടി കുറുക്ക് തിന്നടാ. ചേട്ടാ നമസ്കാരം. ചേട്ടാ നമസ്കാരം. കൊട്ടത്തേങ്ങ യൂട്യൂബ് ചാനൽ വരും. ചേട്ടനെ കുറിച്ച് ഇന്റർവ്യൂ ചെയ്യാനൊക്കെ ഉണ്ടായി. കൊട്ടത്തേങ്ങ മാസ്ക് എന്താത്തെ? കറക്റ്റ് കൊട്ടത്തേങ്ങ തന്നെ. നീ KSRTC ടെസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്? KSRTC മറ്റേ കൊറോണയുടെ ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ ചേട്ടാ, RT-PCR. അതെടുത്തിട്ടുണ്ടോ? അതൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ എനിക്ക് നെഗറ്റീവ് ആണ്, കുഴപ്പമൊന്നുമില്ല. തുടങ്ങിക്കോ. ഹലോ ഗൈസ്, കേസ് ഞാൻ കൊടുത്തന്നെ കേട്ടോ. ഞങ്ങളുടെ സ്റ്റൈൽ ഇതാണ് ചേട്ടാ. സ്റ്റൈല് തുടങ്ങട്ടെ. ഹലോ ഗൈസ്, കൊട്ടത്തേങ്ങ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും എന്റെ ചാനൽ കാണണം. അല്ലെ നാട്ടുകാർ മൊത്തം സിറ്റി ചാനൽ കാണും. സോറി ഞാൻ തുടങ്ങട്ടെ ചേട്ടാ. ചേട്ടൻ എന്തൊരു വിഷമം ഉണ്ടല്ലോ മുഖത്ത്. ഭാര്യ ഗൾഫിന് പോയി. ഭാര്യ ഗൾഫിന് പോയി സന്തോഷിക്കില്ല ചേട്ടാ. വേണ്ടേ അപ്പുറത്തെ രഘുവിന്റെ ഭാര്യ ഗൾഫിന് പോയി ഞാൻ സന്തോഷിക്കുന്നു. ചേട്ടന്റെ ഫസ്റ്റ് ചോദ്യം ചേട്ടാ, ഈ വീട്ടിൽ എത്ര ഇനം പാമ്പുകളാണ് ചേട്ടാ ഉള്ളത്? 10-200 ഇനം പാമ്പുകളുണ്ട്. പക്ഷെ ഒരു കാര്യം, രാത്രി ആകുമ്പോൾ 2 പാമ്പുകൾ അതിലുണ്ട്. പുറത്തുനിന്ന് വേറെ പാമ്പുകൾ കയറി വരുമോ? പുറത്തുനിന്ന് വരുന്നില്ല. എന്റെ അച്ഛനും അമ്മാവനും 5 മണി കഴിഞ്ഞ പിന്നെ പാമ്പാ. അതിന് വിഷമില്ലല്ലോ. കൂടിയാണോ? അതാണ് കൂടിയാണ്. പിന്നെ ആഹാര രീതികൾ എങ്ങനെയാണ് ചേട്ടാ? ആഹാര രീതി എന്ന് പറഞ്ഞാൽ നൂഡിൽസ് ആണ് പ്രധാനം. പക്ഷെ കൊറോണ വന്നു കഴിഞ്ഞാൽ ചക്ക മാത്രമേ ഉള്ളൂ. ഞാൻ ഈ വരുന്ന വഴിക്ക് ഒരു ഫ്ലെക്സ് അടിച്ച് വെച്ചേക്കുന്ന ഒരു പാമ്പിന്റെ പടം കൊടുത്തിട്ട് 1 man ഷോ എന്ന് പറഞ്ഞു. അതെന്താണ് ചേട്ടാ സംഭവം? 5 പാമ്പുകളുടെ ഫിഗർ ചെയ്യുന്ന ഒരു നീർക്കോലി ഉണ്ട് ഇവിടെ. കൊറോണ വന്ന ശേഷം അവനെ പോലുള്ള കലാകാരന്മാർക്ക് പരിപാടിയൊന്നുമില്ല. സർക്കാർ അങ്ങനെ ഒന്നും ചെയ്യുന്നുമില്ല. എന്തുപോലെ എന്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സർക്കാർ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം കണ്ടിരിക്കും ചേട്ടാ. ഈ പാത്രത്തിൽ തന്നെ ചേട്ടാ ഈ വെള്ളം വെച്ചിരിക്കുന്നത്? അതെന്ന് പറഞ്ഞാൽ പുറത്തു പോയിട്ട് വരുന്ന ചില പാമ്പുകളുണ്ട്. അവ തിരിച്ചു വരുമ്പം തലമുക്കി കയറാൻ വേണ്ടി സാനിറ്റൈസർ വെച്ചേക്കുന്നത്. നല്ല ഐഡിയ തന്നെ. ഈ മകുടി ഊതി കഴിഞ്ഞാൽ പാമ്പ് ഇറങ്ങി വരും കേട്ടോ. മകുടി ഊതി കഴിഞ്ഞാൽ പാമ്പ് ഇറങ്ങി വരുമോന്ന്? ഇവിടെ പാമ്പ് മാത്രമല്ല, അപ്പുറത്തെ വീട്ടിലെ പൊടിയന്റെ പെണ്ണുമ്പുള്ള സുലോചന വരെ ഇറങ്ങി വരും. അനുഭവം ഉണ്ട്. അടുക്കള വെച്ച് പിടിച്ചതല്ലയോ? പാമ്പിനെ അല്ല, എന്നെ സുലോചനയും കൂടെ. അത് കരിമുറുകന്റെ കുഞ്ഞായിരുന്നാ. ചീറ്റതുമില്ലയോ? എങ്ങനെ ചീറ്റാനാ? കൊറോണ ടെസ്റ്റ് ചെയ്ത് മൂക്കിൽ കൂടെ ബഡ്സ് കയറ്റി ഇപ്പൊ ചീറ്റാനും വയ്യ, തുമ്മാനും വയ്യ. അയ്യോ, അത് ഭയങ്കര രസമാട്ടോ. അതൊരു പെരുമ്പാമ്പാ. ഇന്നലെ രാത്രി വയലിൽ ഇര പിടിക്കാൻ പോയാ ഞാറിന്റെ നെല്ല് കണ്ട് പേടിച്ച് പനി പിടിച്ച്. മരുന്നൊന്നും കൊടുത്തില്ലയോ? ഒരു ചരിവും പാരസെറ്റാമോൾ മിക്സിയിലിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പല്ല് പതിയോ? പല്ല് പതിയോന്നോ? എടാ, ഒരു പല്ല് പതിഞ്ഞ താലൂക്ക് ആശുപത്രി, 2 പല്ല് പതിഞ്ഞ മെഡിക്കൽ കോളേജ്, 3 പല്ല് പതിഞ്ഞ ബമ്പർ അല്ലേ ബമ്പർ. അങ്ങ് മേപ്പോട്ട് പോകുന്നു. ചേട്ടാ, വീട്ടിൽ ആൺപാമ്പിനെയും പെൺപാമ്പിനെയും ചേട്ടൻ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അത് വളരെ എളുപ്പമാണ്. വൈകുന്നേരം ആകുമ്പോ പെണ്ണുമ്പിള്ളയുടെ കൂടെ സീരിയൽ കണ്ട് കരയുന്നതൊക്കെ പെൺപാമ്പ്. പാതിരാത്രി എന്റെ കൂടെ ഇരുന്ന് ഫാഷൻ TV കണ്ട് നിർവൃത്തി കൊള്ളുന്നതൊക്കെ ആൺപാമ്പ്. എന്തോ നല്ലൊരു ഐഡിയ ചേട്ടൻ്റെ. അതുകൊണ്ട് ചേട്ടൻ ഈ പാമ്പിനെ വളർത്തുന്നതുകൊണ്ട് ചേച്ചിക്ക് പേടിയൊന്നുമില്ലേ? അവക്ക് ഭയങ്കര പേടിയാ. അതുകൊണ്ട് മോനെ എന്റെ അടുത്ത് കിടത്തിയിട്ട് അപ്പുറത്തെ വീട്ടിൽ തെങ്ങ് കയറാൻ പോകുന്ന ശശിയുടെ വീട്ടിൽ പോയി അവള് കിടക്കും. രാവിലെ തിരിച്ചു വരും. എന്തായാലും ചേട്ടന്റെ കാലം കഴിഞ്ഞാൽ മോൻ ഈ പാരമ്പര്യം കൊണ്ട് നടക്കുമല്ലോ. എന്തായാലും എവിടുന്ന്? അവനപ്പുറത്ത് ശശിയെ പോലെ തെങ്ങ് കയറാനൊക്കെ ഇഷ്ടം. അത് പിന്നെ അങ്ങനെയല്ലേ വരുത്തുള്ളൂ. വിത്ത് ഗുണം ശശിയുടെ ഗുണം. ചേട്ടാ, അതുപോലെ തന്നെ ഈ ഇരുതലമൂരിയെ വേട്ടയാടുന്നതിനെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം എന്താ? ഇരുതലമൂരി ആര് വേട്ടയാടിയാലും ആ ഇരുതലമൂരി എന്റെ മുന്നിൽ കൊണ്ടുവന്നേക്കണം. എന്തിനാ ചേട്ടാ? ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അമ്മ പറഞ്ഞു കേട്ടിട്ടില്ല. 3 തലയൊക്കെ ഉണ്ടല്ലോടാ. എന്തൊരു കഷ്ടമായിട്ടെ സത്യം പറഞ്ഞ ചേട്ടാ. അതുപോലെ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ എല്ലാരും തൊട്ടനും പിടിച്ചതിനും മൊത്തം സംഘടനകളുണ്ട്. അതുപോലെ ഈ പാമ്പുകൾക്ക് വല്ല സംഘടനയുണ്ടോ? കൊറോണയും പിടിച്ച് എന്തിനായിട്ട് ഇങ്ങനെ തുമ്മിയതല്ല. പിന്നെ പാമ്പുകളുടെ സംഘടന പേര് പറഞ്ഞ അക്സ, ഓൾ കേരള സ്നേക്ക് അസോസിയേഷൻ. അതിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വല്ല പാമ്പിന്റെ കടി കൊണ്ട് ഞാൻ ചാവത്തേ ഉള്ളൂ. അതുകൊണ്ട് എന്തോലും ചേട്ടാ, ഒരുപാട് സന്തോഷം. ഇത്ര നേരം ഇന്റർവ്യൂ ചെയ്യുന്നത്. നമുക്ക് വീണ്ടും കാണാം. എന്തുവാ നോക്കുന്നത്? അല്ല, ഇതിനകത്ത് 3 പല്ല് പതിഞ്ഞോ നോക്കിയതാ. 3 പല്ല് പതിഞ്ഞ ബമ്പർ അല്ലേ ബമ്പർ. ചേട്ടന്റെ കാര്യത്തിൽ തീരുമാനമായി. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അധികമായി കാണുന്നവരെ ഗുഡ് ബൈ.